കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ തിരിച്ചെത്തിയ നീതുവിനെ അച്ഛനും അമ്മയും ചേട്ടനും കണക്കിന് ചീത്ത പറയുന്നുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് പ്രേമിക്കുന്നത് ഞാനൊന്നല്ലല്ലോ, അപ്പോൾ അത്ര നാണക്കേടിൻ്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ഇങ്ങനെ വഴക്കു പറയുന്ന ഒരു തള്ള എന്ന് നീതു പറയുമ്പോൾ, അതെ, അത് നാണക്കേട് തന്നെയാ. അവനെയും കെട്ടിപ്പിടിച്ച് ഇവിടെ വന്നിറങ്ങിയത് അതിലും വലിയ നാണക്കേടാ. അതുകൊണ്ട് എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിച്ചോണം. അതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. നാട്ടുകാരോട് ഞാൻ സമാധാനം പറഞ്ഞോളാം എന്നമ്മ പറയുമ്പോൾ, ഞാൻ ഇവിടുന്ന് എവിടെയും പോകാനും പോകുന്നില്ല, അവനെ കാണാതിരിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ് എന്നവൾ പറയുമ്പോൾ, എങ്കിൽ നിൻ്റെ കാലും കൈയും ഞാൻ തല്ലി ഓടിച്ചിടും എന്നമ്മയും പറയുന്നുണ്ട്. എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തോ എന്നവൾ പറയുമ്പോൾ, ചെയ്യുവടി എന്നും പറഞ്ഞ് അഖിലും അവളുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. അച്ഛൻ അവനെ തടയുമ്പോഴേക്കും നീതുവും അകത്തേക്ക് ചെന്ന് മുറിയിൽ കയറി കഥ കിടക്കുന്നുണ്ട്. അമ്മ അവളുടെ പുറകെ ചെന്ന്, എടി വാതിൽ തുറക്കടി, തുറക്കാനാ പറഞ്ഞ്, എത്ര നേരം നീ ഇങ്ങനെ അകത്തിരിക്കും എന്നും പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ട്. ഹരീഷ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഉമർത്ത് നിൽക്കുന്ന അച്ഛനും അവനെ നോക്കുന്നുണ്ട്. എടാ, ആ പെണ്ണെവിടെ പോയി എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, അവളെ ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടു എന്നവനും പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും അവൾ നിന്നെ തേടി ഇങ്ങോട്ട് വന്നതല്ലേടാ മോനെ. കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ എത്ര പറഞ്ഞു. നിന്നെ ഇങ്ങോട്ട് തേടി വന്ന സ്ഥിതിക്ക് ഇനി നീ നോക്കിക്കോ. അവളെ അവളുടെ വീട്ടുകാർ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കും. മാലയോഗം നിന്റെ ഉച്ചയിൽ വന്ന നേരത്താ അവൾ നിന്നെ തേടി ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ നിനക്കും നിന്റെ ചേട്ടനെ പോലെ നിത്യബ്രഹ്മചാരിയായി ജീവിക്കാം. ആശംസകൾ എന്ന് അച്ഛൻ പറയുമ്പോൾ ഹരീഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹാളിലിരിക്കുന്ന നിധിയെയും നികേഷിനെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അവളെവിടെയെന്ന് ചോദിക്കുമ്പോൾ, അവളെ ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടു എന്നവനും പറയാണ്. വീട്ടിൽ കൊണ്ടുവിട്ടോ എന്ന് സുഭാഷ് ഏട്ടൻ അമ്പരപ്പോട് ചോദിക്കുമ്പോൾ, ആ, ഇപ്പോൾ കല്യാണം നടത്താൻ പറ്റില്ലെന്ന് ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവിട്ടു എന്നവനും പറയുന്നുണ്ട്. എടാ, അവിടെ ആകെ പ്രശ്നമാണെന്നല്ലേ അവൾ പറഞ്ഞത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അവളുടെ ചേട്ടനും അമ്മയും ആകെ പ്രശ്നക്കാരാണെന്നല്ലേ അവൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവിടെ കൊണ്ടു ചെന്ന് വിട്ടത് ഓക്കെ ആണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എടാ, നീ എന്താ ഒന്നും മിണ്ടാതെ, എന്തിനാ അവളെ കൊണ്ടുവിട്ടത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുമ്പോൾ, അത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചെടുത്ത തീരുമാനം സുഭാഷ് ഏട്ടാ. ഇപ്പോൾ അവൾ അവിടെ നിൽക്കുന്നതാ നല്ലതെന്ന് തോന്നി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നവൻ പറയുമ്പോൾ, അതിനവൾക്ക് ഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഒരെണ്ണം വാങ്ങിക്കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്നവനും പറയാണ്. എടാ, അവിടെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാൽ അവൾ ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ അവരവളെ വെച്ചേക്കുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, അതെ, അത് തന്നെ എനിക്ക് പേടി എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, അവളുടെ വീട്ടുകാരിലെ അവർ നോക്കിക്കോളും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൾ എനിക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ഹരീഷ് അവിടുന്ന് പോകുമ്പോഴേക്കും, എന്ത് പൊട്ടത്തര ഇവനീ കാണിച്ചേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കാണും എന്ന് നിധിയും പറയുന്നുണ്ട്. എന്നാലും അതിനെ അവരെ അടിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്ന് സുഭാഷ് ഏട്ടനും പറയാണ്. പേടിക്കേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളെ വിളിക്കുമായിരിക്കും എന്നും പറഞ്ഞ് നിധിയും അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും നീതുവിൻ്റെ വീട്ടിൽ മുറിയിൽ വാതിലടച്ചിരിക്കുകയാണ് നീതു. അമ്മയും ചേട്ടനും ഒരു വടിയെടുത്ത് അങ്ങോട്ട് വന്ന് വാതിൽ മുട്ടിക്കൊണ്ട്, എടി വാതിൽ തുറക്കടി, വാതിൽ തുറക്കാനാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീതുവും ഫോൺ എടുത്ത് ആരെയോ വിളിക്കാണ്. അവിടെ വീട്ടിലും ജോലിക്ക് പോയ ഹരീഷിനെ ഫോൺ വിളിക്കുന്നുണ്ട് സുധീഷ്. എടാ, അവൾ വിളിച്ചില്ലെങ്കിലും ഇടയ്ക്ക് നീ ഒന്ന് വിളിച്ചു നോക്കണം. നിന്നെ അറിയിക്കണ്ടെന്ന് വെച്ച് ചില കാര്യങ്ങളൊക്കെ അവൾ മറച്ചു വെക്കും എന്ന് അവൻ പറയുമ്പോൾ, ശരി, ഞാൻ വിളിച്ചോളാം എന്ന് ഹരീഷും പറയുന്നുണ്ട്. അവൻ കോൾ വയ്ക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വരികയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. നീതു അവനെ വിളിച്ചോ എന്നവൾ ചോദിക്കുമ്പോൾ, വിളിച്ചു, കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഹരീഷ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ കൊണ്ട് ചെന്ന് വിട്ടു. ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്ന് നിധി ചോദിക്കുമ്പോൾ, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നവനും പറയുന്നുണ്ട്. അല്ല, ഇനിയിപ്പോൾ നമ്മുടെ ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വേറെ കുട്ടിയായി ഇഷ്ടത്തിലായി, അപ്പോൾ അവൾ ഇങ്ങോട്ട് കയറി വന്നാൽ നിങ്ങൾ എന്താ ചെയ്യുക, തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുവോ എന്ന് നിധി ചോദിക്കുമ്പോൾ, അവനും സംശയത്തോടെ എന്തോ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കല്യാണം നടത്തും അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ, അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഹരീഷ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവിട്ടു. എന്തുകൊണ്ടാ, സുഭാഷേൻ്റെ കല്യാണം ആദ്യം നടക്കണം എന്നുള്ളത് കൊണ്ട് എന്നവൾ പറയുമ്പോൾ, അതൊക്കെ തനിക്ക് എങ്ങനെ മനസ്സിലായി എന്നവനും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനേ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കണ്ട, സാമാന്യ ബുദ്ധിമതി. ഈ വീട്ടിൽ കുടുംബസ്നേഹമുള്ളത് അവന് മാത്രം എന്നവൾ പറയുമ്പോൾ, അതെന്താ, എനിക്ക് കുടുംബസ്നേഹമില്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കാകെ സ്നേഹമുള്ളത് നിങ്ങളോട് മാത്രമാണ്, അതുകൊണ്ടാണ് ഓരോ തവണയും സ്വന്തം ലാഭം മോഹിച്ച് ഓരോന്ന് ചെയ്യുന്നത് എന്നവൾ പറയുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലാഭമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഹരീഷ് അങ്ങനെയല്ല, അവന് മാത്രമായിട്ട് അവനൊന്നും ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും സുഭാഷ് ഏട്ടന് വേണ്ടിയാ അവൻ ഈ കല്യാണം ഒഴിവാക്കിയത്. അവൻ നല്ലൊരു മനസ്സിനുടമയാ, അത് കണ്ടിട്ട് തന്നെയാ നീതുവും എല്ലാം വിട്ടെറിഞ്ഞ് അവന് വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്നവൾ പറയുമ്പോൾ, അത് ശരിയാ, അവന് വലിയ മനസ്സ് തന്നെയാ. പക്ഷേ അവൻ സുഭാഷേനെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ പറ്റി ചിന്തിച്ചില്ലേ, അവൾ വീട്ടിൽ പോയാൽ നേരിടാൻ പോകുന്ന ദുരന്തങ്ങളെ പറ്റി ചിന്തിച്ച് ഇവിടെ തന്നെ നിർത്താനുള്ള സാധ്യതകളെ പറ്റി നോക്കിയില്ലേ, അതും ഒരു വലിയ മനസ്സ് തന്നെയല്ലേ, അതിനെ ഒന്ന് പുകഴ്ത്തുന്നതിൽ തെറ്റില്ലല്ലോ എന്നവൻ ചോദിക്കുമ്പോൾ, നിധിയും അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നവൻ ചോദിക്കുന്നുണ്ട്. അത് നല്ല മനസ്സുകൊണ്ടൊന്നുമല്ല,
ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ വേറൊരു പെൺകുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്ന നാട്ടുകാരുടെ ഇടയിലുള്ള ചീത്തപ്പേരങ്ങ് മാറിക്കിട്ടുമല്ലോ എന്നാലോചിച്ചിട്ടാ എന്നും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. ഈ ആളെല്ലാത്തിൻ്റെയും മറുവശാണല്ലോ വായിക്കുന്നത് എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും നീതുവിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് പോലീസുകാർ എത്തിയിരുന്നു. അവർ വാതിൽ മുട്ടുന്നത് കേട്ട് നീതുവിൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. നീതുവിൻ്റെ വീടല്ലേ എന്നവർ ചോദിക്കുമ്പോൾ എൻ്റെ മകളാ മേഡം അകത്തുണ്ട് എന്നവരും പറയുന്നുണ്ട്. നീതുവിനെ ഒന്ന് വിളിക്ക് എന്നവർ പറയുമ്പോൾ എന്താ മേഡം അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഭർത്താവ്, ഇതെൻ്റെ മകൻ എന്ന് നീതുവിൻ്റെ അമ്മയും പറയുന്നുണ്ട്. നിങ്ങളൊന്ന് പോയി നീതുവിനെ വിളിച്ചേ എന്നവർ പറയുമ്പോൾ നീതുവിൻ്റെ അമ്മ പെട്ടെന്ന് അകത്തേക്കോടി നീതുവിനെ ചെന്ന് വിളിക്കുന്നുണ്ട്. നീതുവിൻ്റെ അമ്മയും അച്ഛനും ചെന്ന് വാതിൽ മുട്ടി, എടി നിന്നെ തേടി പോലീസ് വന്നിരിക്കുന്നു, ഒന്ന് വാതിൽ തുറക്ക് എന്ന് പറയുമ്പോഴേക്കും നീതുവും വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെ പോലീസൊക്കെ വരുന്നേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ നീതു ഒന്നും മിണ്ടാതെ മുറ്റത്തേക്ക് ഇറങ്ങി പോവാണ്. കുട്ടിയാണോ ഞങ്ങളെ വിളിച്ചത് എന്നവർ ചോദിക്കുമ്പോൾ അതെ മേഡം ഞാനാ വിളിച്ചേ എന്ന് നീതുവും പറയുന്നുണ്ട്. ഇവരെക്കുറിച്ചാണോ പറഞ്ഞത് എന്നവളോട് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും നോക്കിക്കൊണ്ട് അതേ എന്ന് നീതുവും പറയുന്നുണ്ട്. നിങ്ങളാണോ ഈ കുട്ടിയെ ടോർച്ചർ ചെയ്യുന്നേ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനു ടോർച്ചർ ചെയ്യണം മാഡം, ഇത് ഞങ്ങളുടെ മോളല്ലേ എന്ന് നീതുവിൻ്റെ അമ്മയും പറയാണ്. ഇവർ പറയുന്നതൊക്കെ പച്ചക്കള്ളാണ് മാഡം, ഇവരെന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. മാഡം വന്നപ്പോൾ ഞാൻ മുറിയടിച്ച് അകത്തിരിക്കായിരുന്നില്ലേ, അതിവരെ പേടിച്ചിട്ടാ പുറത്തിറങ്ങിയ കാല് തല്ലി ഓടിക്കുമെന്നാ പറഞ്ഞേ എന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അവർ തല്ലാനെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്ന വടിയെടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ഇതുപോലുള്ള ആയുധം വെച്ചാ എന്നെ അടിക്കുന്നത്, എന്നെ ആശുപത്രി കൊണ്ടുപോയാൽ അറിയാം, അത്രയ്ക്ക് ഇവരെന്നെ ദ്രോഹിക്കുന്നുണ്ട് എന്നൊക്കെ നീതു പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ച് അഖിൽ വീണ്ടും അവളെ നേർക്ക് വരികയാണ്. നിർത്തടാ, എൻ്റെ മുന്നിൽ വെച്ചാണോ നിൻ്റെ പരാക്രമം, എന്താടാ നിൻ്റെ പേര് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അഖിൽ എന്നവനും പറയുന്നുണ്ട്. എന്താ ജോലി എന്നവർ ചോദിക്കുമ്പോൾ ജോലി നോക്കുക എന്നവനും പറയാണ്. ഓഹോ, അപ്പോൾ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന നീയാണോ കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ തല്ലുന്നത്? ഈ കുട്ടി ഒരു പരാതി തന്നാൽ മിനിമം 7 കൊല്ലം നീ അകത്ത് കിടക്കും, എന്താ മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് നീതുവിൻ്റെ അച്ഛനോടും അമ്മയോടായി നിങ്ങൾക്കും കാര്യം പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ, നിങ്ങൾ എന്തിനാ ഈ കുട്ടിയെ അടിക്കുന്നത് എന്നവർ ചോദിക്കുമ്പോൾ എനിക്കൊരാളെ ഇഷ്ടമാണ് മാഡം, അതിവർക്ക് ഇഷ്ടമല്ല. എനിക്കിപ്പോൾ ഒളിച്ചോടി പോകാനോ കല്യാണം കഴിക്കാനോ ഒന്നിനും താല്പര്യമില്ല. എനിക്ക് പഠിക്കണം, പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് മാത്രമേ വിവാഹത്തിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അവനെ കാണാനോ മിണ്ടാനോ ഒന്നും പാടില്ല എന്നും പറഞ്ഞാൽ ഇപ്പോൾ എന്നെ തല്ലുന്നത്. ഞാൻ അവൻ്റെ കൂടെ പുറത്ത് പോകാനോ എവിടെയും കറങ്ങി നടക്കാനോ ഒന്നിനും നിൽക്കാറില്ല. വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് വിളിക്കുന്നത് കൂടി പാടില്ല എന്ന് പറഞ്ഞിട്ടാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ എന്നവൾ പറയുമ്പോൾ ഈ കുട്ടി ഒരു പരാതി തന്നാൽ നിങ്ങളെല്ലാവരും ജയിലിൽ കിടക്കും, എന്താ കിടക്കണമെന്നുണ്ടോ എന്ന് അഖിലിനോടായി ചോദിക്കുമ്പോൾ ഏയ് ഇല്ല മാഡം എന്നവനും പറയുന്നുണ്ട്. എങ്കിൽ അകത്ത് പോയി ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് വാ എന്ന് പറയുമ്പോൾ അഖിലും പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് ഒരു പേപ്പറുമായി വരുന്നുണ്ട്. തേറാട്ടിൽ ചന്ദ്രൻ മകൻ അഖിൽ എന്ന ഞാൻ ഇനി മുതൽ എൻ്റെ അനിയത്തിയെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കില്ല എന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് മാഡം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അഖിൽ പേപ്പറിൽ എഴുതുന്നുണ്ട്. ഒപ്പിട് എന്ന് മാഡം പറയുമ്പോൾ അവൻ ഒപ്പിടാണ്. നിങ്ങൾ രണ്ടുപേരും പോയി ഒപ്പിട് എന്ന് മാഡം പറയുമ്പോൾ അച്ഛനും അമ്മയും ചെന്ന് ഒപ്പിടാണ്. മാഡം ആ പേപ്പർ കയ്യിലെടുത്ത് ഇതെൻ്റെ കയ്യിലുണ്ട്, ഇനി നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ എന്താ സംഭവിക്കാമെന്നറിയാലോ. മാഡം നീതുവിനെ നോക്കിക്കൊണ്ട് ഇനി ഇവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ അപ്പം എന്നെ വിളിക്കണം, പിന്നെ പ്രേമൊന്നും കരുതി പഠിപ്പൊന്നും നശിപ്പിക്കരുത്, അതാണ് പ്രധാനം എന്നും പറഞ്ഞ് നീതുവിനെയും വിളിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഹരീഷിൻ്റെ മെക്കാനിക്കൽ ഷോപ്പിൻ്റെ പുറകിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നീതു. എടി എത്ര സമയമായി കഴിക്കുന്നു, നീ കാര്യം പറ എന്ന് ഹരീഷ് പറയുമ്പോൾ ഇന്നലെ മുതൽ വഴക്കുണ്ടാക്കി പട്ടിണിയാ, നല്ല വിശപ്പ് എന്നും പറഞ്ഞ് അവൾ വീണ്ടും അത് കഴിക്കുകയാണ്. എനിക്കാകെ ടെൻഷനാവുന്നു, നീ ഒന്ന് കാര്യം പറഞ്ഞേ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും അവളും പ്ലേറ്റ് അവിടെ വെച്ച് കൈ കഴുകിക്കൊണ്ട് എന്തിനാ ടെൻഷൻ, കൊണ്ടു ചെന്നിട്ട് അവിടുന്ന് അപ്പം തന്നെ പോയതല്ലേ എന്നവൾ പറയുമ്പോൾ എടി ഞാൻ അവിടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു, കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് എന്നവനും പറയുന്നുണ്ട്. എന്തിനാ എന്നവൾ ചോദിക്കുമ്പോൾ വീട്ടിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയണ്ടേ, അതിനുവേണ്ടി എന്നവനും പറയാണ്. അതെന്തിനാ എന്നവൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അങ്ങോട്ട് കയറി വരാമെന്ന് കരുതി എന്നവൻ പറയുമ്പോൾ വൗ യു ആർ നോട്ട് എ ലവർ ബട്ട് ആൻ ഇമോഷൻ, ഹരീഷേ നിന്നെ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു എന്നവൾ പറയുമ്പോൾ അവനും അമ്പരപ്പോടെ അവളെ നോക്കുന്നുണ്ട്. ടിറ്റോയും അവരെ ഒന്ന് നോക്കിക്കൊണ്ട് വൗ വാട്ട് എ ഡയലോഗ്, ഒന്ന് ഹഗ് ഹരീഷേട്ടാ എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് പോയടാ എന്ന് പറഞ്ഞുകൊണ്ട് നീതുവിനോടായി നീ കാര്യം പറ എന്ന് ഹരീഷ് പറയുന്നുണ്ട്. ചെന്ന് കയറിയ ഉടനെ വഴക്ക് തുടങ്ങി. ഞാൻ അങ്ങോട്ട് ചെല്ലില്ല എന്നാ അവർ കരുതിയേ എന്നും പറഞ്ഞ് നീതു നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട്. പോലീസ് വീടിന് മുന്നിലെത്തി. ഞാൻ എന്നെ അടിച്ചതും ചീത്ത പറഞ്ഞതും ഒക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ ചേട്ടനിലെ ആ വഴക്കാളിയാകിൽ അവൻ മുള്ളിയില്ലെന്നേ ഉള്ളൂ. പിന്നെ പോലീസ് പോകുമ്പോൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ എന്നവൾ ചോദിക്കുമ്പോൾ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് ആകാംക്ഷയോടെ എല്ലാവരും അവളെ നോക്കുന്നുണ്ട്. അവൾ അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. പോലീസ് വണ്ടിയുടെ അടുത്തേക്ക് അവൾ ചെല്ലുന്നതും മാഡം ഒരു പേപ്പർ കഷ്ണം എടുത്ത് ഇതെൻ്റെ നമ്പറാ, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോ എന്നവളോട് പറയുന്നതും അവൾ അതും എടുത്ത് വീട്ടിനകത്ത് കയറി പോകുമ്പോഴേക്കും അച്ഛനും അമ്മയും അവളുടെ പുറകെ ചെല്ലുന്നതും അവരവളെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും എന്താ ഇപ്പോൾ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ, എന്താ കൈ പൊങ്ങുന്നില്ലേ എന്നും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് അഖിലിനെ നോക്കിക്കൊണ്ട് അടിക്ക് എന്ന് വെല്ലുവിളിയോടെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും